ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വായിച്ചൊരു ബുക്കിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. ഇക്കിഗായ്. ഓക്കെ, ദ ജാപ്പനീസ് സീക്രട്ട് ടു ലോങ് ആൻഡ് ഹാപ്പി ലൈഫ്. ഇത് ഒരു ഫാക്ട്സ് ഒക്കെ നിരത്തിയിട്ടുള്ളൊരു ബുക്കാണ്. നമ്മുടെ ഫാൻറ്റസി അല്ലെങ്കിൽ ലവ് സ്റ്റോറീസ് അല്ലെങ്കിൽ ത്രില്ലർ അങ്ങനെ ഒരു നോവൽ അങ്ങനെയൊന്നുമല്ല. ദ ആർട്ട് ഓഫ് സ്റ്റേയിങ് യങ് വൈൽ ഗ്രോയിങ് ഓൾഡ്, ലിറ്റിൽ തിങ്സ് ദാറ്റ് ആഡ് അപ്പ് ടു എ ഹാപ്പി ആൻഡ് ലോങ് ലൈഫ്, ഹൗ ടു ലീവ് ലോങ്ങർ ആൻഡ് ബെറ്റർ ബൈ ഫൈൻഡിങ് യുവർ പേർപ്പസ്, ഹൗ ടു ടേൺ വർക്ക് ആൻഡ് ഫ്രീ ടൈം ഇൻ ടു എ സ്പേസ് ഫോർ ഗ്രോത്ത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ്, ഹെൽത്തി ഫുഡ്, ഇതെല്ലാം ആണ് കുറേ നാൾ ജീവിച്ച് ഒരു 100 years എബോ ജീവിച്ച ആൾക്കാരുടെ ഇൻ്റർവ്യൂസ് നോക്കുമ്പം അവർ പറയുന്ന കാര്യങ്ങളാണ്. എന്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ജീവിതത്തിൽ, അല്ലേ? അങ്ങനെ ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മൾ പറയുന്ന ഒരു 20s അല്ലെങ്കിൽ 30s നമുക്കൊരു കരിയർ അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ചൊരു ജോലി കിട്ടുക, നമുക്കൊരു വീട് വയ്ക്കുക, കാറ് മേടിക്കുക, അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരിക്കും നമുക്ക്. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പീസ്, ഹെൽത്ത് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കുറച്ചുകൂടി 80 എബോ അല്ലെങ്കിൽ 90, 100 ആയ ആൾക്കാരുടെ ഒരു അഭിപ്രായമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശരിക്കും നിങ്ങൾ ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള കാരണം എന്ന് അവരോട് ചോദിക്കുമ്പോൾ ഉള്ള ഉത്തരങ്ങളാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻഫർമേഷനും നമ്മുടെ തോട്ട്സും ഷെയർ ചെയ്യാനായിട്ട് ഈക്വലായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരേ ചിന്താഗതിയുള്ള ആൾക്കാരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എന്നും എണീക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പർപ്പസ് ഉണ്ടാവണം. എന്തെങ്കിലും, അതായത് വലിയ വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ബിസിനസ് മീറ്റിങ്ങോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പർപ്പസ്, നമ്മുടെ ശരീരവും നമ്മുടെ കൈകാലുകളും നമുക്ക് അനക്കാൻ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റ് എന്നുള്ളൊരു ഇതാണ് നമ്മുടെ കേരളത്തിലാണെങ്കിലും നമ്മുടെ മലയാളികളുടെ ഇടയിൽ റിട്ടയർമെൻറ്റ് ഏജ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ്. പക്ഷെ പുറം നാടുകളിൽ ഇവരൊക്കെ പറയുന്ന പോലെ ഇവരുടെയൊക്കെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോഴും ഇവരെക്കുറിച്ചൊക്കെ അറിയുമ്പോൾ നമ്മൾ മറ്റു രാജ്യങ്ങളിലെ കാര്യങ്ങൾ അറിയുമ്പോഴും അങ്ങനെ റിട്ടയർമെൻറ്റ് പർട്ടിക്കുലർലി ഒരു ഇന്ന ഏജിൽ ഒരു 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പണിയെടുക്കില്ല, അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജോലിയില്ല, വീട്ടിൽ വെറുതെ ഇങ്ങനെ അതൊരു മുരടിച്ച ഒരു ഇതാണെന്നാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. അപ്പം എനിക്കത് തോന്നി. കാരണം നമ്മളൊക്കെ ഇപ്പം ഒരു 45, 50 ഒക്കെ എത്തി നിൽക്കുന്ന കുറേ ആൾക്കാരുടെ ഇടയിലാണ് ഇപ്പം ഞാൻ ഇടപഴകുന്നത്. അപ്പം അതൊരു ഏജ് അത്രയും തളർന്ന ഒരു ഏജൊന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും എനർജറ്റിക്കാണ് നമ്മളല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതൊരു പർപ്പസ് നമ്മൾ കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജോലിയുണ്ട്, അത് കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള കുറേ മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് വയ്ക്കുക. പിന്നെ ന്യൂ ഇൻഫർമേഷൻ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ബ്രെയിനിന്. ഒരു ലേണിംഗ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ലേണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് കുറേ ബുക്ക് വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതല്ല, പുതിയ കരവിരുതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പഠിക്കാനുള്ളൊരിത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു റൂട്ടീൻ വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു റൂട്ടീനായിരിക്കും. നമ്മുടെ ബ്രെയിൻ വിചാരിക്കും ഇതാണ് നമുക്ക് പറ്റുള്ളൂ. പക്ഷേ പുതിയൊരു ഇൻഫർമേഷൻ അതിന് ഫീഡ് ചെയ്യുമ്പോഴാണ് ബ്രെയിൻ അറിയുന്നത് ഇതും നമുക്ക് പറ്റും, അല്ലെങ്കിൽ ഇതും നമുക്ക് ഇഷ്ടമായി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കാം. രാവിലെ എണീക്കുമ്പോൾ എല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ടാവട്ടെ, എല്ലാവരും നല്ല പർപ്പസ് കണ്ടെത്തി ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതാണ് ഇതിനകത്ത്, നല്ല മെസ്സേജാണിത്. അപ്പം എന്തായാലും കൊള്ളാം. ദ പീപ്പിൾ ഓഫ് ജപ്പാൻ ബിലീവ് ദാറ്റ് എവരി വൺ ഹാസ് ആൻ ഇക്കിഗായ്, എ റീസൺ ടു ജമ്പ് ഔട്ട് ഓഫ് ബെഡ് ഈച്ച് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മോർണിംഗ് പർപ്പസ് ഉണ്ടാവട്ടെ, അല്ലേ? എന്തും രാവിലെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ.